വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഗൂഗിളിൻ്റെ പുതിയ അസിസ്റ്റൻ്റായ ജെമിനി AI എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നിന്നും ജെമിനിയിലേക്ക് സ്വിച്ച് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ സ്വിച്ച് എന്നൊരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ ജെമിനി ഉപയോഗിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. യൂസ് ജെമിനി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൂഗിളിൻ്റെ ജെമിനി AI എന്ന ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് ഫോട്ടോ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൈക്ക് വഴി ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് സെർച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റിലൊക്കെ സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടും ഫോട്ടോ അയച്ചിട്ടൊക്കെ സംശയങ്ങളും മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിതിൽ അറിയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നമ്മൾ ഹേ ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ കമാൻഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയായിരുന്നു. അതുപോലെ ജെമിനി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ കഴിയുകയുള്ളൂ. അതിനായി നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഫോണിൻ്റെ മുകളിൽ വലത് സൈഡിൽ കോർണറിലായിട്ടാണ് വരിക. നമ്മൾ ഗൂഗിളിലൊക്കെ പ്രൊഫൈലിൻ്റെ ഐക്കൺ വരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ്. ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിംഗ്സ് എന്നൊരു ഭാഗം ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് ഇൻ ജെമിനി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹേ ഗൂഗിൾ ആൻഡ് വോയിസ് മാച്ച് ടോക്ക് ടു ജെമിനി എന്നൊരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹേ ഗൂഗിൾ ഓഫ് ആയിരിക്കും. അത് ഓൺ ചെയ്യുക. ഇവിടെ ഓൺ ചെയ്യുമ്പോൾ ഐ അഗ്രി എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐ അഗ്രി എന്നൊരു ബട്ടൺ ലഭിക്കും. അതിലും ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്നൊരു ബട്ടണാണ് ലഭിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ കുറച്ച് കമാൻഡ് എഴുതി കാണിക്കും. അതൊരു കമാൻഡ് എഴുതി കാണിക്കും. ആ കമാൻഡ് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കമാൻഡ് പറയാം. ശേഷം അത് സ്റ്റോപ്പാവും. വീണ്ടും കമാൻഡ് കാണിക്കും. വീണ്ടും സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്നൊരു ബട്ടണും അവിടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും അവിടെ എഴുതി കാണിച്ചിരിക്കുന്ന കമൻറ്റ് അതുപോലെ നോക്കി പറയാം. വീണ്ടും 2 പ്രാവശ്യം കൂടിയും ഇതുപോലെ കമൻറ്റും കാണിക്കും. റെക്കോർഡ് ബട്ടണും ഉണ്ടാവും. റെക്കോർഡ് ചെയ്യുക. ശേഷം ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വോയിസ് ആക്റ്റീവ് ആവും. എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായി ചോദിക്കാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിയാമായിരുന്നെങ്കിൽ അറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.